ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് കൺജങ്ഷൻ ആണ് കേട്ടോ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വാക്ക്, അതിനെയൊക്കെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് കൺജങ്ഷൻസ് പഠിക്കാനുണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്, കോറിലേറ്റീവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കൺജങ്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കൺജങ്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ പ്യൂർലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തിയറി ഒന്നും പറയാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം കേട്ടോ. കാരണം നമ്മൾ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. ഡാഷസ് പോപ്പുലാരിറ്റി ഹി ഡിഡൻ വിൻ ദി ഇലക്ഷൻ. ആൻസർ എന്താ വരിക? ഡാഷസ് പോപ്പുലാരിറ്റി ഹി ഡിഡൻ വിൻ ദി ഇലക്ഷൻ. ആൻസർ വരുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ദോ ആണെങ്കിലും ഓൾദോ ആണെങ്കിലും ഇൻസ്പൈറ്റ് ഓഫ് ആണെങ്കിലും ഡെസ്പൈറ്റ് ആണെങ്കിലും, ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോഗം ഇല്ല കേട്ടോ. ഈ പറഞ്ഞുള്ള ഏതാണെങ്കിലും ഇതിനൊക്കെ ഏതാണ്ട് ഒരേ മീനിങ്ങാണ്. എന്താ മീനിങ് വരുന്നത്? എന്നിട്ടും എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അവന് നല്ല പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നിട്ട് കൂടി അവൻ ഇലക്ഷന് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. മനസ്സിലായോ? പിന്നെ എങ്ങനെയാണ് ഇൻസ്പൈറ്റ് ഓഫ് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേ? അതിനൊരു റീസൺ ഉണ്ട്. അതായത് ഈ ഡാഷിന് ശേഷം വന്നിട്ടുള്ളത് ആരാ? ഹിസ് ആണ്. അപ്പൊ ഇതേപോലെ ഹിസ്, ഹെർ, ദെയർ, അവർ, യുവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്, ഓക്കെ, ഡാഷിന് ശേഷം പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ഒന്നല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്. മനസ്സിലായോ? അപ്പം ഓർത്ത് വെച്ചേക്കുക, ഹിസ് ആണ് കേട്ടോ. ഹിസ്, ഹെർ, അവർ, ദെയർ, യുവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇനി എപ്പോഴാണ് നമ്മൾ ദോ ഓൾദോ യൂസ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഈ ദോ അല്ലെങ്കിൽ ഓൾദോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം വരേണ്ടത് ഒരു സബ്ജക്റ്റ് വരണം. അതിന് ശേഷം എന്താ വരേണ്ടത്? ഒരു സബ്ജക്റ്റ് വരണം. അതിന് ശേഷം വേണം ക്രിയ വരാൻ. സബ്ജക്റ്റിന് ശേഷം വേണം ക്രിയ വരാൻ. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനിലേക്ക് നമുക്ക് കയറാം. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റിന് ശേഷം എന്താ വരണ്ടേ? ഇതേപോലെ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നൗൺ ഫോം ആയിരിക്കണം. ഓക്കെ, നൗൺ ഫോമിൽ വേണം അതിന് ശേഷമുള്ള ഒരു ഭാഗം വരാൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഇൽനെസ്, ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഇൽനെസ് ഷീ കെയിം ടു ഓഫീസ്. അപ്പോൾ അവൾക്ക് വയ്യാഞ്ഞിട്ട് കൂടി അവൾ ഓഫീസിലേക്ക് വന്നു, അല്ലെ? എന്നിട്ട് കൂടി അവൾ വന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഷീ ഇൽനെസ് അല്ല ഞാൻ പറഞ്ഞത്, ഹെർ ആണ് കേട്ടോ. ഹെർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പസീവ് അഡ്ജക്റ്റീവ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. അവൾക്ക് ഒരുപാട് കഷ്ടകാലമൊക്കെ ഉണ്ടെങ്കിലും അവൾ ഭയങ്കര ഹാപ്പിയാണ്, അവൾ ഭയങ്കര ചിയർഫുൾ ആണ്. ഓക്കെ, ഡാഷ് സ്റ്റാർട്ടിങ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാഷ് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ഓൾദോ, ദോ അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഡാഷിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? ഷീ ആണ്. ഷീ എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിന് ശേഷം ഒരു ക്രിയ ഉണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക? ഒന്ന് പറഞ്ഞേ. നേരത്തെ ഞാൻ പറഞ്ഞാണ്, ദോ അല്ലെങ്കിൽ ഓൾദോ ആണ് വരിക. ദോ അല്ലെങ്കിൽ ഓൾദോയ്ക്ക് ശേഷമാണ് ഒരു സബ്ജക്റ്റ്, ഒരു ക്രിയ. ഇനി ഇൻസ്പൈറ്റ് ഓഫ് ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് വരണം? ഷീ വരാൻ പറ്റുമോ? ഇല്ല. ഇൻസ്പൈറ്റ് ഓഫ് ഹെർ വരണം, അല്ലെ? ഹെർ ആണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസ്പൈറ്റ് ഓഫ് അല്ല. പിന്നെ ഇഫ് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. അവൾക്ക് ഒരുപാട് മിസ്ഫോർച്യൂൺസ് ഉണ്ടെങ്കിൽ അവൾ ഭയങ്കര ചിയർഫുൾ ആവുമോ? ഇല്ല. അപ്പൊ അതെന്തായാലും തെറ്റാണ്, ലോജിക് വൈസ് തെറ്റാണ്. ഓക്കെ, അപ്പൊ കിട്ടിയോ? അപ്പൊ ശ്രദ്ധിച്ചേക്കുക, ഷീ ആണ് അല്ലെങ്കിൽ സബ്ജക്റ്റ്, അതിനുശേഷം വെർബ് ആണെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ദോ അല്ലെങ്കിൽ ഓൾദോ ആയിരിക്കും. ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ഉണ്ട്, ഡെസ്പൈറ്റ് ഓഫ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. മോഹൻ ഡസൻ ആൻസർ വൺ ഓഫ് ദി പേപ്പർ സാറ്റിസ്ഫാക്ടറി ഡാഷ് ഹി ഹോപ്സ് ടു പാസ് ഇൻ ദി ഫസ്റ്റ് ഡിവിഷൻ. ആൻസർ വരുന്നത് നെവർ ദി ലെസ് ആണ്. നെവർ ദി ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിശയം കാണിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് കേട്ടോ. അതായത് മോഹൻ നല്ല രീതിയിൽ പേപ്പർ എഴുതിയില്ല, പക്ഷെ അവൻ പാസ്സാവുന്നുള്ളൊരു ഹോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു അതിശയം പോലെ വരുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ചോദിക്കുകയാണെങ്കിൽ നെവർ ദി ലെസ് ആണ്. കോൺസിക്വന്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കോൺസിക്വന്റ്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്ന, അവൻ നല്ല രീതിയിൽ ആൻസർ ചെയ്തില്ല, അതിന്റെ റിസൾട്ട് ആയിട്ട് അവൻ പാസ്സാവുന്നുള്ള ഒരു ഹോപ്പ് അവനുണ്ട് എന്നുള്ളൊരു മീനിങ് ആയിട്ട് വരും. അപ്പൊ അത് തെറ്റല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് കേട്ടോ. ഇനി നമുക്ക് നെവർ ദി ലെസ് വെച്ചിട്ടുള്ള വേറൊരു സെന്റൻസ് നോക്കാം. ദ മാത്സ് ടെസ്റ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് നെവർ ദി ലെസ് ഷീ ഏൺഡ് എ ഗുഡ് ഗ്രേഡ്. മനസ്സിലായോ? അതായത് ടെസ്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, പിന്നെ അവൾക്ക് പക്ഷെ നല്ലൊരു ഗ്രേഡ് കിട്ടി. അപ്പൊ അത് അതിശയോക്തി കാണിക്കുന്ന ഒരു കാര്യമാണ്, അതിശയമാണ്. സോ ദാറ്റ് ഇസ് നെവർ ദി ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺജങ്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. ഹി വാസ് വെരി ആംഗ്രി ഡാഷ് ഹി ലിസൺ ടു മീ. ആൻസർ എന്താ വരിക? നെവർ ദി ലെസ് ആണ്. ഓക്കെ, അവന് ഭയങ്കര ദേഷ്യമായിരുന്നു, എന്നിട്ട് കൂടി അവൻ എന്നെ ലിസൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അതിശയം പോലെ വരുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഇസ് നെവർ ദി ലെസ്. ഇനി ഹി വാസ് വെരി ആംഗ്രി, അവന് ഭയങ്കര ദേഷ്യമായിരുന്നു, അതുകൊണ്ട് അവൻ എന്നെ ലിസൺ ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? സോ ഇത് തെറ്റാണ് കേട്ടോ, ബിക്കോസ് പറ്റില്ല. ഡെസ്പൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഒക്കെ വരുന്നത് മിക്കവാറും ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും.
അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് രണ്ടും ക്യാൻസൽ ചെയ്യാം കേട്ടോ, കാരണം ഇത് രണ്ടും ഏതാണ്ട് ഒരേ മീനിങ് അല്ലേ. അപ്പോൾ എന്തായാലും ഓപ്ഷനിൽ രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ അത് രണ്ടും നമുക്ക് ബുദ്ധിപരമായിട്ട് മാറ്റാം. ഐ ഗേവ് ഹെർ മൈ ലൈഫ് ഡാഷ് ഷീ കുഡ് നോട്ട് ലവ് മീ. ആൻസർ യെറ്റ് ആണ്. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നിട്ടും ഞാൻ എൻ്റെ ലൈഫ് അവൾക്ക് കൊടുത്തു, എന്നിട്ടും അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഐ ഗേവ് ഹെർ മൈ ലൈഫ് സോ ഷീ കുഡ് നോട്ട് ലവ് മീ. അതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഞാൻ എൻ്റെ ലൈഫ് അവൾക്ക് കൊടുത്തു, അതുകൊണ്ട് അവൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ലേ ലോജിക് വൈസ്? അപ്പോൾ അത് തെറ്റാണ്. ഫോർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റീസൺ കൊടുക്കുമ്പോഴാണ് ഈ ഫോർ യൂസ് ചെയ്യുക കേട്ടോ, അപ്പോൾ അതും തെറ്റാണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ രാജു ആൻഡ് രാധ, രാജുവും രാധയും അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് ആൻഡ്, അപ്പോൾ അതും പറ്റില്ല കേട്ടോ. സോ നമ്മുടെ ആൻസർ എന്താ? യെറ്റ് ആണ്. യെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മീനിങ് എന്താ വരുന്നത്? എന്നിട്ടും എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ ഫിലിം ഇസ് നോട്ട് ഗുഡ് ഡാഷ് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്. ഫിലിം അത്ര നല്ലതൊന്നുമല്ല, ഡാഷ് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്. സ്റ്റിൽ പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ് അല്ലേ, എന്നിട്ടും ആൾക്കാർ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം സോ അതുകൊണ്ട് പീപ്പിൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? സിനിമ അത്ര നല്ലതല്ല, അതുകൊണ്ട് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ സോ എന്ന് പറയുന്നത് തെറ്റാണ്. ഫോർ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ റീസൺ തന്നെയാണ് കേട്ടോ, അപ്പോൾ ഫോറും പറ്റില്ല. ബിക്കോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ദ ഫിലിം ഇസ് നോട്ട് ഗുഡ്, ഫിലിം നല്ലതല്ലാത്തതുകൊണ്ട് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്, ബിക്കോസ് പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ്, അതും തെറ്റാണ്. ആൾക്കാർ വാച്ച് ചെയ്യുന്നതുകൊണ്ട് ഫിലിം അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ്. സോ നമ്മുടെ ആൻസർ സ്റ്റിൽ ആണ് കേട്ടോ, എന്നിട്ടും ആൾക്കാർ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് ആണ് വരുന്നത്. ഡാഷ് ദി ട്രാഫിക് വാസ് ബാഡ് ഐ അറൈവ്ഡ് ഓൺ ടൈം. ഇതിന്റെ ആൻസർ നിങ്ങൾ പറയൂ കേട്ടോ. ആൻസർ പറഞ്ഞേ, എന്താ ആൻസർ? ദോയാണ് വരിക. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ഡാഷിന് ശേഷം ഒരു സബ്ജക്റ്റ്, അതിന് ശേഷം ഒരു വെർബ് ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ദോ അല്ലെങ്കിൽ ഓൾ ദോയാണ്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺജങ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ എന്നൊരു മീനിങ് ആണ് വരുന്നത്. ട്രാഫിക് ഭയങ്കര മോശമായതുകൊണ്ട് ഞാൻ സമയത്ത് എത്തി എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ ബിക്കോസ് കൊടുത്താൽ വരിക. ബിക്കോസ് ദി ട്രാഫിക് വാസ് ബാഡ്, ട്രാഫിക് ബാഡ് ആയതുകൊണ്ട് ഞാൻ സമയത്ത് എത്തി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആസ് സൂൺ ആസ് ട്രാഫിക് വാസ് ബാഡ്, ട്രാഫിക് ബാഡ് ആയപ്പോൾ തന്നെ ഞാൻ സമയത്ത് എത്തി. ആസ് സൂൺ ആസ് ഇമ്മീഡിയറ്റ്ലി, അതും തെറ്റാണ് അല്ലേ. ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്ന പോലെ എന്നൊരു മീനിങ് ആണ് വരുന്നത്, അപ്പൊ അതും ഇവിടെ റോങ് ആയിട്ട് വരും. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഐ വാസ് ഡ്രൈവിംഗ് ഷീ വാസ് ടോക്കിംഗ് ഓൺ ദി ഫോൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ കാലയളവിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ വൈലാണ് കേട്ടോ. ഒരേ കാലയളവിൽ അല്ലെങ്കിൽ ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ഏതാണ്? വൈലാണ്. ഈ വെൻ എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഇതേ മീനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. പിന്നെ വെന്ന് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? വെന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈം പറയുമ്പോഴാണ് നമ്മൾ വെൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺജങ്ഷൻ യൂസ് ചെയ്യുക. അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സിൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസന്റിലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുക. അൺടിൽ അല്ലെങ്കിൽ ടിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വരെ, വരെ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ, അൺടിൽ അല്ലെങ്കിൽ ടിൽ. അടുത്ത ചോദ്യം നോക്കാം. ഐ വിസിറ്റഡ് ദി പ്രസിഡന്റ് ഡാഷ് ഐ വാസ് ഇൻ ദി USA. ആൻസർ വെൻ ആണ്. അതായത് ഞാൻ USA സമയത്ത് ഞാൻ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ USA ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ USA സമയത്ത് ഞാൻ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സിൻസ് പറ്റുമോ? ഇല്ല. കാരണം സിൻസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസന്റിലും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അൺടിൽ എന്ന് പറഞ്ഞാൽ അത് വരെ, ടിൽ അല്ലെങ്കിൽ അൺടിൽ എന്ന് പറഞ്ഞാൽ അത് വരെയാണ്. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് വൈൽ യൂസ് ചെയ്യാത്തെന്നുള്ളത് മനസ്സിലായോ? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്തായിരുന്നു? ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അവള് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ USA സമയത്ത് ഞാൻ എപ്പോഴോ പ്രസിഡന്റിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വെന്നെ യൂസ് ചെയ്യാൻ കാര്യം കേട്ടോ. ഇനി അടുത്ത ചോദ്യം. വി റെസ്യൂം ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ്. ആൻസർ ആസ് സൂൺ ആസ് ആണ്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, ഉടനെ തന്നെ. അതായത് മഴ തീർന്ന ഉടനെ തന്നെ ഞങ്ങൾ കളി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, വി റെസ്യൂം ദ ഗെയിം. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നത് കൺജങ്ഷൻ അല്ല. പിന്നെ എന്താ ഇമ്മീഡിയറ്റ്ലി? ഈ LY നോക്കിയിട്ട് പറഞ്ഞ എന്ത് സാധനമാണ്? അത് ആഡ്വർബ് ആണ് അല്ലെ. വൈൽ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒരേ കാലയളവിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ വരുമ്പോഴാണ് വൈൽ യൂസ് ചെയ്യുക. അപ്പൊ അത് പറ്റില്ല. വേറെന്ന് പറയുമ്പോൾ ഒരു സ്ഥലം പറയുമ്പോഴാണ് അല്ലെ. സോ ഇവിടുത്തെ ആൻസർ ആസ് സൂൺ ആസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഹി മേഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ഡാഷ് ദി കൺസേൺഡ് ബിഗാൻ. കൺസേൺഡ് തുടങ്ങുന്നേക്കാളും മുമ്പല്ലേ, കൺസേൺഡ് തുടങ്ങുന്നേക്കാളും മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ടറി റിമാർക്സ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതിനേക്കാളും മുമ്പ് എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ബിഫോർ ആണ്.
ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ്. വൈൽ നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. എന്താണ് വൈൽ എന്ന് പറഞ്ഞാൽ ഒരേ കാലയളവിൽ. വെൻ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അല്ലേ. സോ ഇവിടുത്തെ ആൻസർ ബിഫോർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വിൽ യു വെയിറ്റ് ഡാഷ് ഐ റിട്ടേൺ. വിൽ യു വെയിറ്റ് ടിൽ ഐ റിട്ടേൺ ആണ്. ഞാൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ടില്ല് അല്ലെങ്കിൽ അൺടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുവരെ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നെക്സ്റ്റ് വൺ. ഐ സേ മൈ പ്രേയേഴ്സ് ഡാഷ് ഐ സ്ലീപ്പ്. ഞാൻ ഉറങ്ങുന്നേക്കാളും മുമ്പ് ഞാൻ എൻ്റെ പ്രേയേഴ്സ് പറയാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മീനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിഫോർ ആണ് വരേണ്ടത് അല്ലേ. ഐ സേ മൈ പ്രേയേഴ്സ് ബിഫോർ ഐ സ്ലീപ്പ്. വൈലാണെങ്കിലോ, വൈൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, അതേ സമയത്ത് തന്നെ അല്ലേ, അതേ കാലയളവിൽ തന്നെയാണ്. അതായത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പ്രേയേഴ്സ് ഉറക്കപ്പിച്ച പോലെ പ്രേയേഴ്സ് പറയാം എന്നുള്ളൊരു മീനിങ് ആയിട്ട് വരും കേട്ടോ ഈ വൈല്. വൈല് പറ്റില്ല. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ കിടക്കുന്നതിനേക്കാൾ മുമ്പ് പ്രേയേഴ്സ് ചൊല്ലി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ ആഫ്റ്റർ അല്ല. വെൻ എന്ന് പറഞ്ഞാലും ആ ഒരു സമയത്ത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേയേഴ്സ് പറഞ്ഞു എന്നുള്ളൊരു മീനിങ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ അതും പറ്റില്ല. നമ്മുടെ ആൻസർ ബിഫോർ ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം. ഡാഷ് ദേ ഹേർഡ് ദി ബെൽ ദ ഗേൾസ് വെൻ ടു ദെയർ ക്ലാസ്സസ്. ആൻസർ വരുന്നത് എന്തായിരിക്കും? ബെല്ലടിക്കുന്ന കേട്ടപ്പോൾ തന്നെ ഗേൾസ് അവരുടെ ക്ലാസ്സിലേക്ക് പോയി, ഉടനെ തന്നെ അല്ലെ. ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ അർത്ഥം വരുന്ന കൺജങ്ഷൻ ഏതാ? ആസ് സൂൺ ആസ് ആണ്. ആസ് സൂൺ ആസ് മീൻസ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓൾഡോ പഠിച്ചു, ദോ പഠിച്ചു, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ആസ് സൂൺ ആസ്, പിന്നെ നെവർ ദി ലെസ്, അങ്ങനെയുള്ള കുറച്ച് കൺജങ്ഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ. വൈല്, വെന്ന്, ഇതൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ടില്ല്, അൺടില്, ബാക്കിയുള്ള കുറച്ച് കൺജങ്ഷൻസും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് എന്താ പറയുക, അതിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ കുറവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾക്ക് അതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. എൻ്റെ വോയിസിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഇടാത്തത്. ഇന്നത്തെയും കൂട്ടിയിട്ട് നാളെ നമുക്ക് 2 മാസത്തിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ നാളെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് നാളെ കാണാം. ബൈ.